വിദേശ വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റർമാർ, വിദേശ മാധ്യമ പ്രവർത്തകർ എന്നിവർക്ക് നിശ്ചിത പ്രവേശന കാലയളവ് ഏർപ്പെടുത്താൻ യുഎസിൽ നീക്കം നടക്കുകയാണ്. യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് എന്ന രീതി അവസാനിപ്പിക്കാനും വിസ ദുരുപയോഗം തടയാനും സുരക്ഷ വർദ്ധിപ്പിക്കാനുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കം. H-1B വിസ പ്രോഗ്രാം, ഗ്രീൻ കാർഡുകൾ എന്നിവയിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നുവെന്ന് യുഎസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറഞ്ഞതിന് പിന്നാലെയാണ് വിദേശ വിദ്യാർത്ഥികൾക്കുള്ള F-1, എക്സ്ചേഞ്ച് വിസിറ്റർമാർക്കുള്ള J-1 വിസകളിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. മുൻ ഭരണകൂടങ്ങൾ വിദേശ വിദ്യാർത്ഥികളെയും മറ്റ് വിസ ഉടമകളെയും ദീർഘകാലം താമസിക്കാൻ അനുവദിച്ചത് സുരക്ഷാ ഭീഷണിയുണ്ടാക്കുകയും നികുതിദായകരുടെ പണം നഷ്ടപ്പെടുത്തുകയും യുഎസ് പൗരന്മാർക്ക് ദോഷകരമാവുകയും ചെയ്തുവെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവ് പറഞ്ഞു. പുതിയ നിയമം ചില വിസ ഉടമകൾക്ക് യുഎസിൽ താമസിക്കാൻ അനുവദനീയമായ സമയം പരിമിതപ്പെടുത്തുകയും വിദേശ വിദ്യാർത്ഥികളെയും അവരുടെ രേഖകളും ശരിയായി നിരീക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് FJ വിസ ഉടമകൾക്ക് അവരുടെ പ്രോഗ്രാമിന്റെ ദൈർഘ്യം അനുസരിച്ച് പരമാവധി 4 വർഷം വരെ പ്രവേശനം അനുവദിക്കും. ബിരുദതല F-1 വിദ്യാർത്ഥികൾക്ക് കോഴ്സിനിടയിൽ പ്രോഗ്രാം മാറ്റുന്നതിന് നിയന്ത്രണങ്ങളുണ്ടാവും. പഠനം പൂർത്തിയാക്കിയ ശേഷം F-1 വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് പീരീഡ് 60 ദിവസത്തിൽ നിന്ന് 30 ദിവസമായി കുറയ്ക്കും. വിദേശ മാധ്യമങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിസ ഉടമകൾക്ക് 240 ദിവസത്തെ പ്രവേശനവും പിന്നീട് 240 ദിവസത്തേക്ക് നീട്ടാനും സാധിക്കും. ദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചൈനീസ് മാധ്യമ പ്രവർത്തകർക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിശ്ചിത കാലാവധി ഏർപ്പെടുത്തിയാൽ കുടിയേറ്റ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി വിലയിരുത്തുന്നതിന് സഹായകമാകുമെന്ന് അധികൃതർ പറയുന്നു. H-1B വിസ, ഗ്രീൻ കാർഡ് എന്നിവയിൽ വരുന്ന മാറ്റം കൂടി നോക്കാം. യുഎസ് സ്കിൽഡ് പ്രൊഫഷണൽസിന് നൽകുന്ന H-1B വിസയിലും സ്ഥിരതാമസത്തിലുള്ള ഗ്രീൻ കാർഡിലും മാറ്റങ്ങൾ വരുത്താൻ പദ്ധതി തയ്യാറാക്കുകയാണ്. ഇക്കാര്യം യുഎസ് വാണിജ്യകാര്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് സ്ഥിരീകരിച്ചിരുന്നു. നിലവിലെ H-1B വിസ പ്രോഗ്രാമിനെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനം നടത്തി. ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: H-1B വിസ പ്രോഗ്രാം മാറ്റുന്നതിൽ ഞാൻ പങ്കാളിയാണ്. ഞങ്ങൾ ആ പ്രോഗ്രാം മാറ്റും, കാരണം അത് വളരെ മോശമാണ്. ഞങ്ങൾ ഗ്രീൻ കാർഡ് മാറ്റും. $5 ബില്യൺ യുഎസിൽ നിക്ഷേപം നടത്തുന്ന സമ്പന്നരായ വിദേശികൾക്ക് സ്ഥിരതാമസത്തിനുള്ള അവസരം നൽകുന്ന ഒരു പുതിയ ഗോൾഡ് കാർഡ് സംരംഭം ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. H-1B വിസ പ്രോഗ്രാമിനെതിരെ യുഎസ് ഭരണകൂടം രംഗത്തെത്തുന്നത് ഇത് ആദ്യമല്ല. നേരത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശനം നടത്തിയിരുന്നെങ്കിലും പിന്നീട് മാറ്റി പറയുകയുണ്ടായി. കഴിവുള്ള വ്യക്തികളുടെ ആവശ്യമുണ്ടെന്നായിരുന്നു ട്രംപിന്റെ ഒടുവിലത്തെ പ്രതികരണം. H-1B വിസ പ്രോഗ്രാമിനെതിരെ യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസും രംഗത്ത് എത്തിയിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.